ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. സാധാരണ വെള്ളിയാഴ്ചകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കൽ നിർബന്ധമാണ് എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള കാര്യമുണ്ടോ. വെള്ളിയാഴ്ച ആവാനായിട്ട് ഞാൻ കാത്തിക്കലുണ്ട്. അപ്പോൾ ഞാനിന്ന് ബീഫ് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈസി റെസിപ്പിയൊന്നും അല്ല, എൻ്റെ സ്വന്തം റെസിപ്പിയും അല്ല. ഈസി റെസിപ്പി ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അതൊന്ന് ചീണ്ടിയെടുത്ത കുറേ ഏടുകളും ഒപ്പം എൻ്റെ ചില പ്രക്രിയകളും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. റൈസും ബീഫും ഞാൻ കഴുകി വേവിക്കാൻ വേണ്ടി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം തോരാനായിട്ട്. ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് മേലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും 2 തക്കാളിയും വെളുത്തുള്ളിയും കൂടി ഫൈൻ പേസ്റ്റായിട്ട് അരച്ചതും ഒരു മാഗി ക്യൂബും ഒരു എന്താ പറയുക ഉണക്കനാരങ്ങ, 2-3 പച്ചമല്ലി, ഒരു പട്ടയും കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് ഗരം മസാലയും ബീഫ് മന്തി മസാലയും കൂടി മിക്സ് ആക്കിയതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതിയേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വേകാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു 8-10 വിസിൽ അടുപ്പിച്ചെടുക്കണേ. ഓരോ ബീഫിനും ഓരോ വേവാണ്, അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് വേവത്തൊക്കെ വണ്ണമുള്ള രീതിക്ക് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനതിൽ ഓയിൽ ഒഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു ഉണക്കനാരങ്ങ, 2-3 ഏലക്ക, 2-3 കുരുമുളകും, 2 മാഗി ക്യൂബ്, ഉപ്പും സൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി. വേഗം പണി തീർത്താൽ വേഗം അടുത്ത പണി എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു മുട്ടയും കുറച്ച് വിനീഗറും കുറച്ച് സൺഫ്ലവറും കൂടി ചേർത്തിട്ട് മിക്സിയിലേക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തപ്പോൾ മയോണൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പം ആരും ഇങ്ങനെ ഉണ്ടാക്കില്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മറ്റേ റെസിപ്പി എനിക്ക് നന്നായിട്ട് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ ബീഫും നമ്മുടെ റൈസ് വേവാനുള്ള വെള്ളവും ഒക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ കഴുകി വിട്ടിച്ച് റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഹാഫ് കുക്ക് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ബാക്കി ഒരു കുക്കറിൽ വിസിലും കൂടി അടുപ്പിച്ചെടുക്കാനുള്ളതുകൊണ്ട് നമുക്കൊരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഞാൻ 3/4 ഭാഗം വേവിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൈസ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു. ഞാനത് സ്റ്റെർലറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുക്കറിന് മൂടി ആവിയൊക്കെ കളഞ്ഞിട്ട് തുറന്നിട്ട് ഈ റൈസ് അതിലേക്ക്, അതായത് അതേ സെയിം കുക്കറിൽ തന്നെ ഞാൻ ഈ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് കൂടുതലുണ്ടെങ്കിൽ 2ആയിട്ട് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ച, അതായത് 2 കുക്കറിലായിട്ടോ ഒരു കുക്കറിൽ തന്നെ 2 പ്രാവശ്യമായിട്ടോ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നിച്ച് നിങ്ങൾ ഒരിക്കലും കുത്തി നിറച്ച റൈസ് ഇടരുത്, കാരണം വിസിൽ കേക്കില്ല. രണ്ടാമത്തെ കാര്യം അടിയിലുള്ള കറി, അതായത് ഗ്രേവി കരിഞ്ഞു പോവേ. ഞാനൊരു 2 ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, 3 പച്ചമുളകും കൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചാർക്കോൾ ഇടാനായിട്ട് ചിരട്ട കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിച്ച അതേ പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാവിയൊക്കെ പോയിട്ട് റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണേ. എന്നിട്ട് നമ്മൾ രണ്ടാമത് കുറച്ച് റൈസും കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പുക ഇടാനായിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ചാർക്കോൾ മേലെ വെച്ച് കൊടുത്തതിന് ശേഷം പുക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് തീ ആളി കത്തി. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഒരു 5-10 മിനിറ്റ് സ്ലോ കുക്കിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ മന്തി നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. ഇളക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കണം അതെന്ന്. ഫ്ലേവറൊക്കെ പിടിച്ച്, അതായത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ ചാർക്കോളിൻ്റെ മണം കൂടി അടിക്കുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലുള്ള വീഡിയോസ് എന്നാലേ നമുക്ക് ഇനിയും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കമൻ്റ് ഇടണം. അതുപോലെ തന്നെ